പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നല്ലിടയനായ ഈശോയുടെ സ്നേഹത്തിലേക്കാണ് ഇന്നത്തെ തിരുവചനം വിരൽ ചൂണ്ടുന്നത്. തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളെയും തിരികെ കൊണ്ടുവന്നുകൊണ്ട് ഒരാട്ടിൻപറ്റവും ഒരിടയനുമാക്കുന്ന ഈശോയുടെ സ്നേഹമാണ് എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹം. ഇന്നും നമ്മുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ മാറ്റി നിർത്തിയവരും നമ്മുടെ പരിഗണനയും സ്നേഹവും അർഹിക്കുന്ന പലരും ഇപ്പോഴും നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഉണ്ട് എന്നതാണ് സത്യം. ഈശോയുടെ സ്നേഹം നമ്മളെയും നിർബന്ധിക്കുന്നത് ഈ ഒരു സ്നേഹ അനുഭവത്തിന് വേണ്ടിയാണ്. എല്ലാം മറന്നുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിണക്കുവാൻ ഉതകുന്ന സ്നേഹം നമ്മളിലും രൂപപ്പെടട്ടെ. ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന എല്ലാവരെയും ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിലേക്ക് നമുക്ക് ചേർത്ത് നിർത്താം. എല്ലാവരെയും കൂട്ടിയിണക്കുന്ന നല്ലിടയനായ ഈശോയുടെ സ്നേഹം നമ്മുടെയും ഹൃദയങ്ങളെ കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.